ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതാണ് നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി, അതായത് ബെറ്റർ ചോയ്സസ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ലിവിങ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അതായത് എന്നുവെച്ചാൽ അതൊരു റൈറ്റ് പോളിസി ആണോ അല്ലേ എന്നുള്ളതാണ് ശരിക്കും. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചാൽ നമ്മൾ വേൾഡിന് വേണ്ടി വി ആർ വെയിറ്റിംഗ് ഫോർ ദ വേൾഡ് ടു മേക്ക് ചേഞ്ചസ്, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം എന്ന് പറയുമ്പോൾ മറ്റുള്ള വ്യക്തികളാണ് ശരിക്കും വേണ്ടത്, അവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് ഒരു റൈറ്റ് പോളിസിയാണോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു ശരിയായ കാര്യമാണെന്ന് പറയുന്നത്. അതൊരു ശരിയായ കാര്യമല്ല. കാരണം ബിക്കോസ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാരും തന്നെ ആയാലും ശരി. കാരണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല, അതാണ് അതിൻ്റെ സത്യം. ലോകം നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള വ്യക്തികളും അവസ്ഥകളും എല്ലാം തന്നെയാണ് ലോകം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെ ലിമിറ്റഡായിട്ട് സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും പറ്റുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ എക്സ്റ്റേണൽ ഔട്ട്സൈഡ് വേൾഡാണ്. അതിനകത്തിൽ നമ്മളൊഴികെ ബാക്കി എല്ലാ വ്യക്തികളും ഉൾപ്പെടും. ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തം ഒരു റൂഫിന് താഴെ തന്നെ നമ്മൾ താമസിക്കുന്ന ഒരു ഫാമിലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബിക്കോസ് അവർ നമ്മളുടെ ലോകത്തിൻ്റെ ഭാഗമാണ്, എന്നാലും നമ്മളല്ല. ബിക്കോസ് നമ്മൾ തന്നെ നമ്മളൊരു വ്യക്തിയായിരിക്കും, അവരെ സംബന്ധിച്ച് അവരൊരു വ്യക്തിയാണ്, അവരൊഴികെ ബാക്കിയെല്ലാം ലോകമായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കത്തില്ല, നമുക്ക് വേണ്ടി ആരും സൗകര്യമൊരുക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്തിന്? നമ്മുടെ ലൈഫിൽ ബെറ്ററായിട്ടുള്ള ചോയ്സസ്, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒന്നും അത് മറ്റുള്ളവരുടെ, ലോകത്തിൻ്റെ കൺസേൺ അല്ല. ലോകം അതിൻ്റെ വഴിക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും, ഇല്ലേ? കാരണം നമ്മൾ ഈ ലോകത്തുള്ള 10-800 കോടിയിൽ പരം ജനങ്ങളിൽ ഒരു വ്യക്തി മാത്രമാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ ജീവിച്ചിരുന്നാലും ഇല്ലലൊന്നും അതൊരു വിഷയമല്ല. കാരണം ലോകം അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മളെപ്പോലുള്ള ഒരു വ്യക്തികൾ ഇവിടെ ജനിക്കുക, മരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നാൾ ജീവിക്കുക, മരിക്കുക, വീണ്ടും അടുത്ത് നമ്മളെ റീപ്ലേസ് ചെയ്ത് പുതിയ മനുഷ്യരുണ്ടാകുന്നു എന്നുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലോകത്തെ സംബന്ധിച്ച് നമ്മളൊരു കൺസേൺ അല്ല. പിന്നെ അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ സക്സസ്ഫുൾ ആക്കുവാനും ഒക്കെ വേണ്ടി നമ്മൾ എന്തിന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കണം? അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻസ് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടിയല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ പ്രതീക്ഷകളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കുവാനോ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ വേണ്ടിയുള്ള മറ്റുള്ളവർ ഈ ഭൂമിയിൽ ഇവിടെ നിലനിൽക്കുന്നു പറഞ്ഞാൽ, അല്ലേ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവർ അവരുടെ സൗകര്യം അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ള ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പറഞ്ഞ ലോകവും ഈ ലോകത്തിലെ മനുഷ്യരും ഒന്നും തന്നെ നമ്മളെ കംഫർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു പരവതാനി വിരിച്ചു തരാനോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ മുന്നേറ്റത്തിനും വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കിത്തരാനും കാണിച്ചു തരാനും വേണ്ടിയൊന്നുമല്ല ഈ ലോകവും ഈ മനുഷ്യരും ഒന്നും തന്നെ നിലനിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്നാലും ഈ ലോകത്ത് അവസരങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് വളരുവാനും അല്ലെങ്കിൽ നമുക്ക് മാറുവാനും ഒക്കെ തന്നെയുള്ള അവസരങ്ങളുണ്ട്, അതിനുള്ള സാധ്യതകളുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ സ്വയം അതിനെ തേടിപ്പിടിക്കുക, അതിനെ നമ്മൾ ഗ്രാബ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മളുടെ ബേർഡനും നമ്മളുടെ ഉത്തരവാദിത്വവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും
നമ്മൾ വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദ വേൾഡ്, അല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ലൈഫിൻ്റെ ഒരു ക്രൂവൽ ജോക്ക്. അതാണ് കാരണം ക്രൂവൽ ജോക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ലൈഫ്, എല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. ഫുൾ ഓഫ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾസ് ഇല്ല. സ്ട്രഗിളിന് നമുക്ക് വ്യത്യസ്തമായ തലത്തിൽ സ്ട്രഗിൾസ് ഉണ്ട്. ഫിസിക്കൽ സ്ട്രഗിളുണ്ട്, ബയോളജിക്കൽ സ്ട്രഗിളുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ഹെൽത്ത് വൈസ്, അതാണ് നമ്മൾ ബയോളജിക്കൽ ഫിസിക്കൽ സ്ട്രഗിൾസ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ വെൻ വി ആർ ലീഡിങ് അവർ ലൈഫ്, നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ട്രബിൾസ് വരുന്നുണ്ട്, പിന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ട്രഗിൾസിനെ നമ്മൾ അഭിമുഖീകരിക്കുകയും അതിനെയൊക്കെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ, ചില വ്യക്തികൾ അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സ്മാർട്ടായിട്ട് ഓവർകം ചെയ്യും, ചില വ്യക്തികൾക്ക് അതിന് കഴിയത്തില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമല്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ്. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിനെ സംബന്ധിച്ചൊരു ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രൂത്ത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ലൈഫ് ഈസ് ഓൾവേസ് ഫിൽഡ് അപ്പ് വിത്ത് പ്ലെൻറ്റി ഓഫ് സ്ട്രഗിൾസ്, അല്ലെങ്കിൽ സീരീസ് ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. അപ്പോൾ ലൈഫിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമല്ല, ബിക്കോസ് വി ആർ ഓവർകമ്മിങ് വൺ സ്ട്രഗിൾ ആൻഡ് വി ആർ ഗോയിങ് ടു മീറ്റ് അനദർ സ്ട്രഗിൾ. ആൻഡ് അതിനെ വീണ്ടും നമ്മൾ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ അടുത്ത സ്ട്രഗിളിലേക്ക് പോകുക എന്നുള്ളതാണ് ഹാർഡ്ഷിപ്പ്. അപ്പോൾ അതിനെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ജീവിക്കുമോ, കാരണം നമ്മളെപ്പോലെ തന്നെ സ്ട്രഗിൾ ഫുള്ളാണ് അവരുടെ ലൈഫും, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ടേക്ക് ചാർജ് ആൻഡ് പ്ലഞ്ച് ഇൻ ടു ആക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, എന്നിട്ട് അതിനെ ചിട്ടപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തേണ്ട പ്രവൃത്തികളെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരുന്നാൽ തന്നെയും നോബഡി എൽസ് വിൽ വെയിറ്റ് ഫോർ us. നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കുക എന്നുള്ളൊരു സത്യം, യാഥാർത്ഥ്യം നമുക്ക് ഒരിടത്തും കാണുവാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ നമ്മളെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാലിഡേഷൻ തരുന്നോ ഇല്ല എന്നുള്ളത്, നമ്മളെ അംഗീകരിക്കുന്നോ ഇല്ല എന്നുള്ളത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യങ്ങളല്ല ശരിക്കും പറഞ്ഞത്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരുടെ ലൈഫ് സ്റ്റക്കാവുന്നതും, അല്ലെങ്കിൽ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ചേഞ്ചസും പ്രോഗ്രസ്സും ഉണ്ടാക്കാനുള്ള നമ്മുടെ അവകാശത്തിനെ മറ്റൊരാൾ അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് അല്ലെങ്കിൽ ഇല്ലേ, മറ്റൊരാൾ അപ്രൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു അവകാശം ഉണ്ടെന്ന് നമ്മൾ അറിയാനോ, അല്ലെങ്കിൽ ഒരിക്കലുമല്ല. കാരണം ചേഞ്ച് ചെയ്യുക, നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുക, നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ അവകാശമാണ്, നമ്മളുടെ റൈറ്റാണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ സ്വയം തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിനെ എക്സസൈസ് ചെയ്യുക, ഉപയോഗിക്കുക, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇതൊന്നും നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ, മറ്റുള്ളവരിൽ നിന്ന്. നമുക്ക് ചില സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം ആയിരിക്കും. എപ്പോഴും നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ഫുൾ സപ്പോർട്ട്, അല്ലെങ്കിൽ ഫുൾ അസിസ്റ്റൻസ്, ഹെൽപ്ഫുള്ളായിട്ടുള്ള എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുക, അങ്ങനൊന്നും ഒരിക്കലും ആരുമില്ല. കാരണം ഇതെല്ലാം കൺവീനിയൻസ് ബേസ്ഡാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരസ്പര എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു യാഥാർത്ഥ്യത്തെ, ജീവിതമായിട്ട് ബന്ധപ്പെട്ട ആ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വാലിഡേഷൻ, മറ്റുള്ളവരുടെ അപ്രൂവൽ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ്, ഇതൊന്നും നമ്മളുടെ വിഷയമല്ല. നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒപ്പീനിയനാണ് പ്രധാനം. നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മളെ അപ്രൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് വിഷയം. നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, സെൽഫ് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള സെൻസിലല്ല, എന്നുവെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ നമ്മളതില്ലേ. അപ്പോൾ ആ ഒരു തലത്തിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി വെക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഉള്ള റൈറ്റ്, മറ്റുള്ളവർ അപ്രൂവ് ചെയ്യേണ്ട
ആവശ്യമില്ല. ആ അപ്രൂവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാറാനുള്ള നമ്മളുടെ ആഗ്രഹം, നമ്മുടെ വില്ലിങ്നെസ് ടു ചേഞ്ച്, എന്നിട്ട് അതിനുവേണ്ടിയുള്ള നമ്മൾ വഴി തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകത്ത് നമ്മുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യാം. നമ്മുടേതായിട്ടുള്ള റൈറ്റ്ഫുൾ പ്ലേസും സ്പേസും നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരായിട്ട് നമ്മൾ ഈ ഫിസിക്കൽ ഫൈറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് ഇൻ്റലക്ച്വൽ ഫൈറ്റ്, മെൻ്റൽ ഫൈറ്റ്, അതൊക്കെ നമുക്കാകാം തീർച്ചയായിട്ടും. അതാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടേതായിട്ടുള്ളൊരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അതിന് ഉള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ ആ റൈറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് നമുക്ക് പ്രകടിപ്പിക്കണം. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മറ്റുള്ളവരുടെ തീർച്ചയായിട്ടും ഒപ്പീനിയനോ ജഡ്ജ്മെൻറ്റോ അപ്രൂവലോ വാലിഡേഷനോ ഇതൊന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ നമ്മളുടെ ലൈഫിൽ ചേഞ്ചും അതുപോലെ തന്നെ പ്രോഗ്രസ്സൊക്കെ ഉണ്ടാക്കി വെക്കാൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, ബി ദ ക്യാപ്റ്റൻ. നമ്മളുടെ ലൈഫിൻ്റെ ക്യാപ്റ്റൻ നമ്മൾ തന്നെ ആകുക. നമ്മുടെ ലൈഫിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് മറ്റൊരാളെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആൾക്കാരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അവർ പറയുന്നത് കേട്ട് നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുക. അവർ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അവർ ഡിസൈൻ ചെയ്യാതിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെക്കൊണ്ട് തീരുമാനിപ്പിക്കാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഹെൽപ്ഫുള്ളാകും. ഹെൽപ്ഫുള്ളാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സുഖവും സന്തോഷവും ആശ്വാസമൊക്കെ തരുമെങ്കിൽ തന്നെ ലോങ് ടൈമിൽ അതൊന്നും നമുക്ക് ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫേവറബിൾ ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് തൽക്കാലം സുഖം തരുന്നത്, തൽക്കാലം ആശ്വാസം തരുന്നത് ലോങ് ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ഞാൻ പറയാനുള്ളത് തന്നെ നമുക്ക് സെൽഫ് ട്രസ്റ്റ് അത്യാവശ്യമാണ്, സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമാണ്, സെൽഫ് റെസ്പെക്റ്റ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്സ്, ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് തീർച്ചയായിട്ടും ഒരു ക്ലിയർ വിഷനോട് കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, കാരണം എവിടെയും നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വില്ലിങ്നെസ്സാണ്, രണ്ട് നമ്മളുടെ എബിലിറ്റിയാണ്. എബിലിറ്റി നമുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കുവാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രൈമറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ വില്ലിങ്നെസ്സാണ്. നമുക്ക് മാറുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിൻ്റെ ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് മറ്റെന്തും ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് ഒരു എബിലിറ്റി, സ്കിൽ, ടാലൻറ്റ് ഇല്ലെങ്കിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും. എന്നുവെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ലൈഫിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള സ്കിൽ, എബിലിറ്റി അല്ലെങ്കിൽ ടാലൻറ്റ് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ നമുക്കതിന് വില്ലിങ്നെസ് ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ്, ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയെ മാറ്റി ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വില്ലിങ്നെസ്സാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ആ വില്ലിങ്നെസ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം. പിന്നെ ആ ചേഞ്ചിന് വേണ്ട സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റിയൊക്കെ നമുക്ക് ഇല്ലെങ്കിലും നമുക്കത് അക്വയർ ചെയ്യാൻ സാധിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഏത് കാര്യത്തിനും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ വില്ലിങ്നെസ് ഉണ്ട്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ ഇനെബിലിറ്റി. എബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, വില്ലിങ്നെസ് പ്ലസ് എബിലിറ്റി ഈസ് ഫൈൻ. വില്ലിങ്നെസ് ഉണ്ട്, വില്ലിങ് ആണ്, പക്ഷേ നമ്മൾക്ക് എബിലിറ്റി ഇല്ല, സ്കില്ലില്ലെങ്കിൽ നമുക്ക് അറ്റ് ലാക്ക് ഓഫ് എബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനും നമുക്ക് ആ വില്ലിങ്നെസ്സിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്കത് സാധ്യമാകത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് ജീവിതത്തിലുണ്ട്. ആവശ്യകത ഉണ്ടെങ്കിൽ
ആദ്യം നമുക്ക് അതിനുള്ള നമ്മൾ വില്ലിങ് ആണ്. എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റർ ആകണം എന്നുള്ളൊരു വില്ലിങ്നെസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിന് വേണ്ട സ്കിൽ അല്ലെങ്കിൽ ടാലൻറ്റ് നമ്മൾ അക്വയർ ചെയ്യണം. അത് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസസ്സുണ്ട്. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് റെഗുലർലി, ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സുണ്ട്. അത് നമുക്ക് നേടിയെടുക്കാമെന്നുള്ളൂ. പക്ഷേ ആ വില്ലിങ്നെസ് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ബൈ ചെയ്യാനോ ഔട്ട്സോഴ്സ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് തരാൻ സാധിക്കത്തില്ല. ദാറ്റ് വില്ലിങ്നെസ് മസ്റ്റ് ഇമേർജ് ഫ്രം വിത്തിൻ അവർ സെൽസ്. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വില്ലിങ്നെസ്സാണ് ഏറ്റവും പ്രധാനം. ആ വില്ലിങ്നെസ്സിനോടൊപ്പം തന്നെ ഡിസയർ ടു ആക്ട് ഇൻ ദാറ്റ് സ്പെസിഫിക് ഡിറക്ഷൻ. നമുക്ക് ആ ഒരു ചേഞ്ചിന് വേണ്ട ആ ഒരു ഡിറക്ഷൻ ഉണ്ടല്ലോ, ഇന്ന വഴിയെ പോവുക എന്നുള്ള ഒരു, അപ്പോൾ അതിലേക്ക് നമ്മൾ ആ യാത്ര അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ജേർണി ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ഡിസയറുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് മാറാൻ ആഗ്രഹമുണ്ട്, അതുമാത്രം പോരാ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ന വഴിയെ ഇതുവരെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോയ വഴിയിൽ നിന്ന് മാറി ഒരു ന്യൂ ഡിറക്ഷൻ, അതിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ഡിസയർ ഉണ്ടാകണം തീർച്ചയായിട്ടും. ആ ഡിസയറാണ് നമ്മൾ പറഞ്ഞ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല്. ആ സ്കില്ലിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ വണ്ടി, ഒരാൾക്കൊരു 2 വീലർ റൈഡ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം ആദ്യം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടതിൽ ഉള്ളിലുള്ള ഭയത്തെ മാറ്റിയിട്ട് നമുക്ക് അതിനുള്ള വില്ലിങ്നെസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ അതിനു വേണ്ടി വണ്ടി ഓടിക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. ഗ്രാജ്വലി സ്ലോലി നമ്മളത് റൈഡ് ചെയ്ത് പഠിക്കാമെന്നുള്ളത്. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ ലീഗൽ ഇഷ്യൂസാണ് ലൈസൻസിലെത്തിക്കുക. അതൊക്കെ ഓക്കെ ഈസ് ഗിവൺ, അത് നമുക്ക് അത്യാവശ്യമാണത്. അപ്പം അങ്ങനെ ഏത് കാര്യത്തിലും വില്ലിങ്നെസ്സും അതുപോലെ തന്നെ എബിലിറ്റിയാണ് നമുക്ക്. അപ്പോൾ ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ ഐ ആം നോട്ട് വില്ലിങ് ആൻഡ് ഐ ആം ഇനേബിൾ അല്ലെങ്കിൽ അണേബിൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ 2 ഫാക്ടേഴ്സിൽ നമ്മുടെ വില്ലിങ്നെസ് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം അതിന് വേണ്ട എബിലിറ്റി, സ്കിൽ അല്ലെങ്കിൽ ടാലൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും അക്വയർ ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം ഏത് സ്കില്ലും എബിലിറ്റിയൊക്കെ നമുക്ക് അത്യാവശ്യം ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ളൂ. അതിനായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഏത് സ്കില്ലും നമ്മളങ്ങനെ പഠിച്ചെടുക്കുക പ്രായോഗിക തലത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ ബെറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് വില്ലിങ്നെസ്സാണ്. പിന്നെ ദ ഡിസയർ ടു മൂവ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്പെസിഫിക് ഡിറക്ഷൻ, ആ വഴിയെ നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഡിസയറോടെ നമുക്കുണ്ടാകണം. അപ്പോൾ അതിന് വേണ്ട ടൂൾസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ, അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പ്രോസസ് ചെയ്യാൻ സാധിക്കും. ദസ് വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ അതർ പീപ്പിൾ, വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദ വേൾഡ്. നമുക്ക് ലോകത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദ വേൾഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ യു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ വേൾഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലും ശരി, the world will not wait for you. The world doesn't mind whether you are alive or not. Even when you die, the world doesn't care about that. അപ്പം ബി ദ ക്യാപ്റ്റൻ ഓഫ് യുവർ ഓൺ ലൈഫ്. നമ്മുടെ ലൈഫ് ഒരു ഷിപ്പാണെങ്കിൽ ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ നമ്മളാകുക. ഡോണ്ട് അപ്പോയിൻറ്റ് എനിബഡി എൽസ് ടു ക്യാപ്റ്റൻ അവർ ഷിപ്പ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനാകാൻ നമ്മൾ മറ്റുള്ളവരെ അനുവദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ നമ്മൾ കൃത്യമായിട്ടുള്ള ദിശയിലേക്ക്, നമ്മളുടെ റൈറ്റ് ചോയ്സും അതുപോലെ തന്നെ റൈറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ദിശയിലേക്ക് നമ്മളതിനെ, ആ കപ്പലിനെ നമ്മൾ എന്താണ് പറയുന്നത്, കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുന്നതല്ലേ, കപ്പലിനെ നമ്മൾ നയിച്ചുകൊണ്ട് പോവുക. അല്ലെങ്കിൽ സ്റ്റീർ ഫോർവേഡ് എന്നൊക്കെ പറയാം. സ്റ്റിയറിംഗ് എന്ന് പറയാം, സ്റ്റീർ ഫോർവേഡ് എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ലൈഫിനെ നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും, ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കും, ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം, അത് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ